പ്രൈസ് ദി ലോർഡ്. നമ്മൾ അല്പസമയം കൃപയെക്കുറിച്ചും കൃപയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ചിന്തിക്കുകയാണ്. നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കി, കൃപയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. കൃപ എങ്ങനെയുണ്ടായി? യേശുക്രിസ്തുവിലൂടെ. അതാണ് എഫേസോസുകാർക്ക് ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ അല്പം ക്ലാസ്സായിട്ട് നീങ്ങും, അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പ്രാർത്ഥിക്കാം. നിങ്ങൾ നോട്ട് ചെയ്തോളൂ. എഫേസോസുകാർക്ക് ലേഖനം 2-ാം അധ്യായത്തിൽ 8-ാമത്തെ വചനം എല്ലാവർക്കും ബൈഹാർട്ടായിരിക്കും. എന്താണത്? വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, അത് നിങ്ങൾ നേടിയെടുത്തതല്ല, നിങ്ങളുടെ പ്രവൃത്തിയുടെ ഫലമല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. തന്മൂലം ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല. ഇതൊക്കെ പറയുമെങ്കിലും നമ്മൾ മറ്റുള്ളവരുടെ കാര്യം വരുമ്പോഴത്തേ നീ മര്യാദയ്ക്ക് നടന്നില്ലെങ്കിൽ ശരിക്കും നല്ല തട്ട് കിട്ടൂട്ടാന്ന് പറയും അല്ലേ? അപ്പോൾ കൃപയുടെ വിവിധ പ്രവർത്തനങ്ങളാണ്. ആ കൃപ നമ്മളിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രധാന അവസ്ഥയാണ് മാമോദീസ. മാമോദീസയിലൂടെ ദൈവത്തിൻ്റെ നീതിയും കൃപയും നമ്മിലേക്ക് ഒഴുകുന്നു. ദൈവനീതിയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, മനസ്സിലാക്കുന്നത് ഇതാണ്: മാമോദീസയിലൂടെ നമ്മൾ നീതീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ നമ്മിലേക്ക് ഒഴുകിയിരിക്കുന്നു. എന്താണ് മാമോദീസയിൽ സംഭവിക്കുന്നത്? 1263 മാമോദീസയിലൂടെ എല്ലാ പാപങ്ങളും, ഉദ്ഭവപാപവും വ്യക്തിപരമായ എല്ലാ പാപങ്ങളും ക്ഷമിക്കപ്പെടുന്നു മാമോദീസയിലൂടെ. അതുപോലെ തന്നെ പാപത്തിനുള്ള ശിക്ഷയും ഒഴിവാക്കപ്പെടുന്നു. മാമോദീസ സ്വീകരിച്ച വ്യക്തിയെ ദൈവം നീതീകരിക്കുകയും അവൻ്റെ ശിക്ഷ ആരേറ്റെടുത്തു? ഇത് വിശ്വസിക്കണം. അങ്ങനെയാണ് നമുക്ക് ശിക്ഷയില്ല. ദൈവത്തിൻ്റെ നീതീകരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശിക്ഷയും പാപവും അതിൻ്റെ ശിക്ഷയും അതിൻ്റെ ശാപവും യേശുവിലൂടെ ഒഴിവാക്കപ്പെടുന്നു, അല്ലെങ്കിൽ യേശു ഏറ്റെടുത്തിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നതിലാണ്. ഇപ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? വീണ്ടും ജനിച്ചവരിൽ ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം തടയുന്ന യാതൊന്നും, ആദത്തിൻ്റെ പാപമാകട്ടെ, വ്യക്തിപരമായ പാപമാകട്ടെ, പാപത്തിൻ്റെ അനന്തരഫലങ്ങളാകട്ടെ, നിലനിൽക്കുകയില്ല. ദൈവത്തിൽ നിന്നുള്ള വേർപെടലാണ് പാപത്തിൻ്റെ ഏറ്റവും വലിയ ഘോരഫലം. അതൊന്നും നിലനിൽക്കുന്നില്ല. എന്നിരുന്നാലും അടുത്ത പാരഗ്രാഫ് 1264, പാപത്തിൻ്റെ കാലികമായ ചില അനന്തരഫലങ്ങൾ മാമോദീസ സ്വീകരിച്ചവരിൽ നിലനിൽക്കുന്നുണ്ട്. സഹനം, രോഗം, മരണം, ജീവിതത്തിൽ സ്വതസിദ്ധമായ ദൗർബല്യങ്ങൾ, പാപം ചെയ്യാനുള്ള പ്രവണത മുതലായവ. പാപം ചെയ്യാനുള്ള പ്രവണതയെ പാരമ്പര്യം, പാപാസക്തി എന്നും ആലങ്കാരികമായി പാപത്തിൻ്റെ ഇന്ധനം എന്നും വിളിക്കുന്നു.
പാപാസക്തി നമ്മിൽ കുടികൊള്ളാൻ അനുവദിച്ചിരിക്കുന്നത് നാം അതിനോട് സമരം ചെയ്യാൻ വേണ്ടിയാണ്. അതുകൊണ്ട് അതിന് സമ്മതം നൽകാതെ യേശുക്രിസ്തുവിൻ്റെ കൃപാവരത്താൽ അതിന് ധീരതയോടെ എതിർത്ത് നിൽക്കുന്നവരെ ദ്രോഹിക്കാൻ അതിന് കഴിയുകയില്ല. അപ്പോൾ മാമോദീസ സ്വീകരിച്ചവരിൽ ചില ബലഹീനതകളും പാപാസക്തിയും നിലനിൽക്കുന്നുണ്ട്. അതിനെ കൃപാവരത്തിലൂടെ നമ്മൾ അതിനെതിരെ സമരം ചെയ്യണം. അതാണ് കുമ്പസാരവും. അതുകൊണ്ട് കുമ്പസാരം ആർക്കുള്ളതാ? കുമ്പസാരം മാമോദീസ സ്വീകരിച്ചവർക്ക് മാത്രമുള്ളതാ. നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ അവസാനം എന്താ പറയുന്നത്? മാമോദീസായിലൂടെയുള്ള പാപമോചനത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു എന്നാ പറയണേ, ഇല്ലേ? വിശ്വാസ പ്രമാണത്തിൻ്റെ അവസാനം എന്താ? ശരീരത്തിൻ്റെ ഉയർപ്പിന് മുമ്പായിട്ട് പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും. അപ്പോൾ എന്താ വിശ്വാസം എന്ന് പറഞ്ഞാൽ? പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും. മനസ്സിലായോ? അപ്പോൾ മാമോദീസായിലൂടെ കുർബാന പുസ്തകം പറഞ്ഞു. കുർബാന പുസ്തകത്തിലെ വിശ്വാസ പ്രമാണത്തിൻ്റെ അവസാന ഭാഗം നടത്തിയിട്ട് ഇവിടെ കാണുന്നു. 185 മുമ്പാണ് വിശ്വാസ പ്രമാണം. യെസ്, പരിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും വിശ്വസിക്കുന്നുണ്ടോ? പാപങ്ങളുടെ മോചനത്തിൽ ആരാ മോചിപ്പിക്കുന്നത്? അതാണ് നിക്ക കോൺസ്റ്റാന്റിനോപ്പിൾ വിശ്വാസ പ്രമാണത്തിൽ, അതായത് വലിയ വിശ്വാസ പ്രമാണത്തിൽ നമ്മളെന്താ പറയുന്നത്? പാപമോചനത്തിലുള്ള ഏക ജ്ഞാനസ്നാനവും ഞാൻ ഏറ്റുപറയുന്നു. ഉണ്ടോ? പാപമോചനത്തിനുള്ള ഏക ജ്ഞാനസ്നാനം. അപ്പോൾ ജ്ഞാനസ്നാനത്തിലൂടെ നമ്മുടെ പാപങ്ങളെല്ലാം മോചിപ്പിച്ചു കഴിഞ്ഞുവെങ്കിലും അങ്ങനെ മാമോദീസ സ്വീകരിച്ചവർക്കാണ് കുമ്പസാരം. അപ്പോൾ ആ കുമ്പസാരത്തിലൂടെ ദൈവത്തിൻ്റെ കൃപ മാമോദീസ സ്വീകരിച്ചപ്പോൾ നമ്മുടെ സകല പാപങ്ങളും ശുദ്ധീകരിക്കപ്പെടുകയും സ്വർഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിനുള്ള എല്ലാ തടസ്സവും മാറ്റിക്കഴിഞ്ഞിരിക്കണം. പക്ഷെ അതിനുശേഷം ചില കാലികമായ പാപത്തിൻ്റെ ആസക്തികൾ നമ്മളിൽ നിലനിൽക്കുന്നത് കൃപയിലൂടെ നമ്മൾ വിശുദ്ധീകരിക്കണം. അതിനാണ് നമുക്ക് കൃപ എപ്പോഴും കൂദാശകളിലൂടെ നൽകുന്നത്. ആ കൂദാശകളാണ് കുമ്പസാരം, കുർബാന. ഈ കൂദാശകളിലൂടെ എന്നും നമുക്ക് കൃപ ലഭിക്കുന്നു. ആ കൃപയിലൂടെ നമ്മൾ തുടർച്ചയായിട്ടുള്ള വിശുദ്ധീകരണവും തുടർച്ചയായിട്ടുള്ള രൂപാന്തരീകരണവും തുടർച്ചയായിട്ടുള്ള നീതീകരണവും തുടർച്ചയായിട്ടുള്ള മഹത്വീകരണവും നടത്തണം. എന്തെല്ലാം പാപമുണ്ടായാലും അതെല്ലാം വിശുദ്ധീകരിക്കുന്നതിനുള്ള സംവിധാനം കർത്താവ് കൂദാശകളിലൂടെ നൽകിയിട്ടുണ്ട്. ഇനി മാമോദീസ സ്വീകരിച്ച വ്യക്തിക്ക് ഒരു പുതിയ സൃഷ്ടിയാകുന്നു എന്നതാണ് 1265. മാമോദീസ എല്ലാ പാപങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കുക മാത്രമല്ല, വിശ്വാസത്തിലെ നവജാതനെ ഒരു പുതിയ സൃഷ്ടിയാക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ ദത്തുപുത്രനും തദ്ഫലമായി ദൈവിക സ്വഭാവത്തിൽ പങ്കാളിയും ക്രിസ്തുവിൻ്റെ അവയവവും അവിടുത്തെ സഹ അവകാശിയും പരിശുദ്ധാത്മാവിൻ്റെ ആലയവുമാക്കുന്നു. ഇതെല്ലാമാണ് അറ്റ്ലീസ്റ്റ് 7 കാര്യങ്ങൾ നമുക്ക്
ഒരു 7ൻ്റെ കണക്ക് നമുക്ക് കൂട്ടാം. മാമോദീസായിൽ എന്തെല്ലാം സംഭവിക്കുന്നു? എല്ലാ പാപങ്ങളിൽ നിന്നുള്ള ശുദ്ധീകരണം. ഓക്കെ, നമ്പർ 1. മാത്രമല്ല പിന്നെന്താ? വിശ്വാസത്തിലെ നവജാതനെ ഒരു പുതിയ സൃഷ്ടിയാക്കുന്നു. നമ്പർ 2 കണ്ടോ, പുതിയ സൃഷ്ടി. അപ്പോൾ പുതിയ സൃഷ്ടിയാകുമ്പോൾ പഴയതെല്ലാം കടന്നു പോയോ? പുതിയ സൃഷ്ടിയാകുന്നു. ദൈവത്തിൻ്റെ ദത്തുപുത്രനാകുന്നു. അതായത് ഈശോ മിശിഹായോടൊപ്പമുള്ള എല്ലാ അവകാശങ്ങളും. ദത്തുപുത്രനാകുന്നു. തദ്ഫലമായി ദൈവിക സ്വഭാവത്തിൽ പങ്കുകാരനാകുന്നു. ദൈവിക സ്വഭാവത്തിൽ പങ്കാളിയാകുന്നു. എത്രയായി? 4 പോയിന്റായി. ക്രിസ്തുവിൻ്റെ അവയവമാകുന്നു. ക്രിസ്തുവിൻ്റെ അവയവം 5. അവിടുത്തെ സഹ അവകാശിയാകുന്നു 6. പരിശുദ്ധാത്മാവിൻ്റെ ആലയമാകുന്നു 7. പ്രൈസ് ദി ലോർഡ്. എന്തെല്ലാമാണ് 7 കാര്യങ്ങൾ സംഭവിക്കുന്നത് മാമോദീസായിലൂടെ? ആദ്യമായിട്ട് സകല പാപങ്ങളിൽ നിന്നും വിശുദ്ധീകരണം. അപ്പൊ പൂർവ്വശാപം ആ വ്യക്തിയിൽ ഉണ്ടാവോ? അതാണ്. അപ്പൊ പൂർവ്വശാപം ഉണ്ട് എന്ന് വിശ്വസിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ വ്യക്തി, ആ വിശ്വസിക്കുന്ന വ്യക്തി മാമോദീസായിൽ വിശ്വസിക്കുന്നുണ്ടോ? അതാണ് പ്രശ്നം. അപ്പോൾ മാമോദീസ, അതായത് നമ്മൾ പെട്ടെന്ന് ബൈബിളിലെ ഒരു പഴയ നിയമത്തിലെ ഒരു വചനം എടുത്തിട്ട് പറയാണിത് മോശ ഇങ്ങനെ പറഞ്ഞിരിക്കണോ, ഇന്നതൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിന് ഇത്ര തലമുറകൾ നിങ്ങൾക്ക് ശാപമുണ്ടാവും. ശരിയാണ്, ബൈബിൾ പറഞ്ഞേക്കണം. പക്ഷേ ഇന്ന് ജീവിക്കുന്ന നമ്മളും മോശ അന്ന് പറഞ്ഞ വചനവും ഇന്നും ജീവിക്കുന്ന നമ്മളുടെയും ഇടയ്ക്ക് എന്തെല്ലാം സംഭവിച്ചു? എന്തെങ്കിലും സംഭവിച്ചോ? എന്ത് സംഭവിച്ചു? യേശു വന്നു. യേശു വന്നിട്ട് എന്ത് ചെയ്തു? യേശു ആ പാപങ്ങളും അതിൻ്റെ ശാപങ്ങളും ആരേറ്റെടുത്തു? യേശു ഏറ്റെടുത്തു. കുരിശിൽ മരിച്ചു, ഉയർത്തെഴുന്നേറ്റു. ആ ഉയർത്തെഴുന്നേറ്റ ആത്മാവിൽ നമ്മൾക്ക് ജ്ഞാനസ്നാനം നൽകി നമ്മളെ പുതിയ സൃഷ്ടിയാക്കിയിരിക്കുന്നു. ഇനി പുതിയ സൃഷ്ടിയായവനിൽ പഴയത് വല്ലതും ഉണ്ടാകണോ? അപ്പോൾ പിന്നെ പുതിയ സൃഷ്ടി എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതാണ് 2 കൊറിന്ത്യസ് 5:17 2 കൊറിന്ത്യസ് 5:17 പറയുന്നത്, പുതിയ സൃഷ്ടി ആകുക എന്നില്ല. യേശുക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയതെല്ലാം കടന്നുപോയി. ഒന്ന് വിശ്വസിച്ചേ. അത് നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മളിൽ അത് സംഭവിക്കുന്നു. നമ്മളിപ്പോഴും മോശയുടെ കാലത്തല്ല, നമ്മൾ ആരുടെ കാലത്താണ്? ക്രിസ്തുവിൻ്റെ കാലത്താണ്. ഓർക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞതിനർത്ഥം? ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതമാണ് ക്രിസ്ത്യാനി എന്ന് പറയുന്നത്. ക്രിസ്ത്യാനിയുടെ ജീവിതം എന്താണ്? ക്രിസ്തു കേന്ദ്രീകൃതമായതും ക്രിസ്തു നയിക്കുന്നതും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നതും പരിശുദ്ധാത്മാവിനാൽ പുനർജീവിക്കപ്പെടുന്നതുമായ ജീവിതമാണ്. അപ്പോൾ മാമോദീസായെക്കുറിച്ച് കൃത്യമായ ബോധ്യം ഇല്ലാതാവുമ്പോഴാണ് നമ്മൾ ഈ ശിക്ഷയെക്കുറിച്ചും പാപത്തെക്കുറിച്ചും ഒക്കെ ചിന്തിക്കുന്നത്. പഴയ നിയമത്തിലൊരു വചനം മാത്രം എടുത്തുകൊണ്ട് ഒരിക്കലും നമ്മൾ ഈ കാര്യങ്ങൾ പറയാൻ പാടില്ല. കാരണം പഴയ നിയമത്തിൽ മാമോദീസ ഉണ്ടായിരുന്നോ? മനസ്സിലായോ? അതാണ് പൗലോസ്ലീഹയുടെ ലേഖനങ്ങളിൽ പറയുന്നത്. എബ്രായ ലേഖനത്തിൽ 8-ാം അധ്യായത്തിൽ 7-ാമത്തെ വചനത്തിൽ പറയുകയാണ്, പഴയ ഉടമ്പടി അതിൽ തന്നെ പൂർണ്ണമായിരുന്നുവെങ്കിൽ പിന്നെ പുതിയ ഒന്നിൻ്റെ ആവശ്യമുണ്ടായിരുന്നോ? നിഴലാം നിയമം വിട്ടു നൂതന നിയമം പാലിച്ചവനാം പൗലോസ് ശ്ലീഹ തന്നുടെ മാതൃക നിങ്ങൾ കൈക്കൊണ്ടീ. ഓക്കെ, അപ്പം മാമോദീസ പഴയ നിയമത്തിലില്ല. പുതിയ നിയമത്തിലുള്ളവരെല്ലാവരും, യേശുവിൽ വിശ്വസിക്കുന്നവരെല്ലാവരും
സ്നാനം സ്വീകരിച്ച് യേശുവിനെ ധരിക്കണം. അങ്ങനെ യേശുവിനെ ധരിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ധരിച്ച് കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ മാമോദീസായിലൂടെ യേശുവിനെ ധരിച്ചു കഴിഞ്ഞിരിക്കുന്ന നമ്മളിൽ 7 കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഒന്നുകൂടി പറഞ്ഞില്ല, അവരെന്തൊക്കെയാണ് ആ 7 കാര്യങ്ങൾ? സകല പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു, പുതിയ സൃഷ്ടിയാകുന്നു, ദൈവമകന് ദത്തുപുത്രനാകുന്നു, ദൈവിക സ്വഭാവത്തിൽ പങ്കാളിയാകുന്നു, ക്രിസ്തുവിൻ്റെ അവയവമാകുന്നു, ക്രിസ്തുവിൻ്റെ സഹ അവകാശിയാകുന്നു, പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. ഇത് നിങ്ങളുടെ ഗ്രൂപ്പിലും എല്ലായിടത്തും നിങ്ങളത് പറയുകയും അതിൽ സംശയമെന്നേ. അപ്പം എന്നിരുന്നാലും ഇപ്പോഴും നമ്മളിൽ പാപമുണ്ടോ? ഉണ്ടെങ്കിലും അത് പാപത്തിൻ്റെ കാലികമായ ചില ആസക്തികളാണ്. താൽക്കാലികം എന്ന് പറഞ്ഞാൽ അതിന് നമ്മുടെ ആത്മാവിനെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് തടസ്സപ്പെടുത്താൻ പറ്റില്ല. സ്വർഗത്തിലേക്ക് നമ്മളെ തടയുന്ന ഒന്നും നമ്മളിൽ നിലനിൽക്കുന്നില്ല. പക്ഷെ എന്നിരുന്നാലും ചില ബലഹീനതകളിൽ നമ്മളിൽ നിലനിൽക്കാൻ ദൈവം അനുവദിക്കുന്നുണ്ട്. അതിനെതിരെ നിലനിൽക്കാൻ അനുവദിക്കുന്നതോടൊപ്പം തന്നെ അതിനെതിരെ പടവെട്ടാനുള്ള കൃപയും നമുക്ക് നൽകുന്നുണ്ട്. ആ കൃപയാണ് നമ്മുടെ പ്രാർത്ഥനയിലൂടെയും കുർബാനയിലൂടെയും കുംഭസാരത്തിലൂടെയും മറ്റു നമ്മൾക്ക് അനുദിനം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. എന്താണ്? എല്ലാ പാപങ്ങളും മോചിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ ശിശുവായിരിക്കുന്ന അവസ്ഥയിൽ അവൻ്റെ ആ ശിശുവിൻ്റെ പ്രധാനമായിട്ട് ഉത്ഭവമാവും. ശിശുവിന് വേറെ എന്ത് പാപമുള്ളത്? ഒരുപക്ഷെ ശിശു അല്ല മാമോദീസ കുറച്ച് വൈകിട്ടാണെങ്കിൽ അവൻ്റെ മറ്റു പാപങ്ങളെല്ലാം മോചിക്കപ്പെട്ടു. എന്തെങ്കിലും സംശയമുണ്ടോ? ചോദിച്ചോ. എന്താ പറഞ്ഞേ? നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കുഞ്ഞ് ഒന്ന് മനസ്സിലാക്കേണ്ടത് മരണവും ജനനവും മരണവും ആരുടെ പ്രവൃത്തിയാണ്? ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ദൈവമറിയാതെ ആരും ജനിക്കുന്നില്ല, ആരും മരിക്കുന്നില്ല. ദൈവത്തിൻ്റെ കരങ്ങളാണ് അതിൻ്റെ പിന്നിലെല്ലാം പ്രവർത്തിക്കുന്നത്. ദത്തുപുത്രൻ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും മക്കളാണ് ദൈവത്തിൻ്റെ. പക്ഷേ ദൈവമല്ല. ദൈവമാരാണ്? ഏകപുത്രനായ യേശു. ആ യേശുവിനോടൊപ്പം യേശുവിൻ്റെ മാമോദീസായിലൂടെ യേശുവിൻ്റെ തന്നെ ആത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നു. ഈ വചനം എടുക്കാം. 8-ാം അധ്യായത്തിൽ, റോമർ 8-ാം അധ്യായത്തിൽ 14 മുതലുള്ള വചനങ്ങൾ. റോമർ 8-ാം അധ്യായത്തിൽ 14 മുതലുള്ള വചനങ്ങൾ എന്താ പറയുന്നത്? ആത്മാവിനാൽ നയിക്കുന്നവരെല്ലാം ദൈവമക്കളാണ്. ഉണ്ടോ? ദൈവമക്കളാണ്. തുറന്നു വായിക്കാം. നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, മറിച്ച് പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. തുറന്നു വായിക്കാം. ഈ ആത്മാവ് കാരണമാണ് നമ്മൾ ആബാ പിതാവേ, അതായത് ഈ ആത്മാവ് നമ്മുടെ ആത്മാവിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ദൈവ മക്കളായിട്ട് ദൈവത്തെ പിതാവായിട്ട് കണക്കാക്കുന്നത്. തുറന്ന് വായിക്കാം. നാം ദൈവത്തിൻ്റെ മക്കളാണെന്ന് ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. ഇതാണ് നമ്മുടെ ആത്മാവ്, പരിശുദ്ധാത്മാവ് എന്നുള്ള ഗാനത്തിൻ്റെ അവസാനത്തെ സ്റ്റെപ്പ്. ദൈവാത്മാവെന്നിൽ നിറഞ്ഞപ്പോൾ, ദൈവസ്നേഹം എന്നിൽ ചൊരിഞ്ഞപ്പോൾ,
ദൈവാത്മാവെൻ്റെ ആത്മാവിൽ ലയിച്ചു, ആബാ പിതാവെന്ന് ഞാൻ വിളിച്ചു. ഇവിടെയാണ് ശരിക്കും കോണ്ടാക്ട്. ദൈവാത്മാവ് നമ്മുടെ ആത്മാവിനോട് ലയിച്ച്, അപ്പോൾ ദൈവാത്മാവെന്ന് പറയുമ്പോൾ അവിടെ പുത്രൻ്റെ ആത്മാവ്, ആ പുത്രൻ്റെ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ലയിച്ചിട്ട് നമുക്ക് പുത്രത്വം നൽകിയിരിക്കുന്നു. പുത്രത്വം. അങ്ങനെ നമ്മൾ പുത്രിയായി. പുത്രനും പുത്രിയായെങ്കിലും ഒരു വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? യേശു ദൈവപുത്രനാണ്, അതേസമയത്ത് യേശു ദൈവമാണ്. യേശു ആരാണ്? ദൈവമാണ്. നമ്മൾ ദൈവമക്കളാണ്, പക്ഷെ നമ്മൾ ദൈവമല്ല. നമ്മൾ സൃഷ്ടിയാണ്. നമ്മൾ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. എന്നാൽ ദൈവപുത്രനൊത്ത എല്ലാ അവകാശവും നമുക്ക് നൽകിയിരിക്കും. അങ്ങനെയാണ് ദത്തുപുത്രൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് പറയുമ്പോൾ ചിലർ അയ്യോ ഞാൻ ഇത്രയും നാളും വ്യാഹിച്ചത് ഞാൻ ദൈവമകനാണെന്നാണ്. ഇപ്പോഴേ പറയണു ദൈവം ദത്തുപുത്രനാണെന്ന്. അപ്പോൾ അതിൻ്റെ മനസ്സിലാക്കേണ്ടത്, നമ്മളിവിടെയുള്ള നമ്മൾ ദത്തുപുത്രൻ എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ സഹ അവകാശി, യേശുവിൻ്റെ സഹോദരനും യേശുവിൻ്റെ സഹ അവകാശി നമ്മളാവുകയാണ്. അതാണ് തുറന്ന് പറയുന്നത്, മക്കളാണെങ്കിൽ അവകാശികളാണ്. എന്താണ്? ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളുമാണ്. എന്ത്? ഓക്കെ, ക്ലിയറായോ? ദത്തുപുത്രൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ ദത്തുപുത്രൻ എന്ന് പറയുമ്പോൾ പുത്രനുള്ള സകല അവകാശങ്ങളും ദത്തുപുത്രനും കിട്ടുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. അതുകൊണ്ട് നമ്മൾ പാപികളോ അടിമകളോ അല്ല. നമ്മൾ ആരാണ്? ദൈവമക്കളും ദത്തുപുത്രരുമാണ്. അപ്പോൾ പ്രധാനമായിട്ട് ഈ ദൈവനീതി, ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച് മനസ്സിലാക്കുമ്പോഴും രക്ഷയെക്കുറിച്ച് മനസ്സിലാക്കുമ്പോഴും പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള ഏറ്റവും പ്രധാന വ്യത്യാസം ഇതാണ്. പഴയ നിയമത്തിൽ അവർ അടിമകളായിട്ട് കണക്കാക്കപ്പെടുന്നുവെങ്കിൽ പുതിയ നിയമത്തിൽ യേശുക്രിസ്തു വന്ന് ആ അടിമത്വത്തിൻ്റെ നുകം മാറ്റി നമ്മളെല്ലാവരെയും മക്കളാക്കി മാറ്റിയിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു അടിമയുണ്ട്, അതായത് ഒരു വേലക്കാരനുണ്ട്. അവൻ 10,000 രൂപ കട്ടെടുത്തു. അവനെന്ത് ചെയ്യും? പറഞ്ഞു വിടും. ഹീസ് ഡിസ്മിസ്ഡ്. അവൻ്റെ ജോലിയിൽ നിന്ന് അവനെ അവസാനിപ്പിച്ച് വിട്ടു. പിറ്റേ ആഴ്ചയിൽ നമ്മുടെ സ്വന്തം മകൻ 10,000 രൂപ കട്ടെടുത്തു. ഇവനെ പറഞ്ഞു വിടാൻ പറ്റുമോ? അതാണ് നമ്മൾ കട്ടെടുത്തു, തിന്മ ചെയ്തു, പക്ഷേ ദൈവത്തിന് പറഞ്ഞു വിടാൻ പറ്റുമോ? എന്തുകൊണ്ട് പറഞ്ഞു വിടാൻ പറ്റില്ല? മകനായിപ്പോയി. അവൻ മകൻ ആണ്. അപ്പോൾ അവനെ വിളിച്ചിട്ട് എന്ത് പറയും? എടാ മോനെ, നീ എന്തിനാ ഇങ്ങനെ എടുത്തത്? എടാ മോനെ, ഈ പപ്പയും മമ്മിയും ഈ കഷ്ടപ്പെടുന്നത് മുഴുവനും നിനക്ക് വേണ്ടിയല്ലേ മോനെ? എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതല്ലേടാ. അത്ര ഞാൻ ചിന്തിച്ചില്ല. എന്നാൽ ശരി, ഇനി ഞാൻ കട്ടെടുക്കില്ല. ഞാൻ എന്താവശ്യമുണ്ടെങ്കിലും പപ്പയോട് ചോദിച്ചിട്ട് എടുത്തോളാം. നിനക്കെന്ത് വേണം? എനിക്ക് എമ്മാവൂസിൽ ധ്യാനം കൂടാൻ പോകണം. അതിനെത്ര കാശ് വേണം? 2,000 രൂപ വേണം. 2,000 രൂപ പോരാ, നീ 4,000 രൂപ വെച്ചോ. കുറച്ച് കാശ് അവിടെ കൊടുത്തുകൊണ്ട് പോരെ. ഇല്ലേ? അപ്പോൾ നമ്മൾ വിചാരിക്കണത് ഇപ്പോഴും നമ്മളൊരു അടിമയാണെന്നാണ്. നമ്മൾ അടിമയല്ല, നമ്മൾ മക്കളാണ്. അപ്പോൾ ഈ മക്കൾ എന്നുള്ള അവസ്ഥയാണ് നമ്മൾക്ക് മാമോദീസായിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും വിശുദ്ധ കുർബാനയിൽ ഉണ്ടായിരിക്കുന്നു. മക്കളെ ശിക്ഷിക്കും ആരെങ്കിലും?
അത് ആണ് മനുഷ്യൻ്റെ അവസ്ഥ. പക്ഷെ ദൈവം മക്കളെ ശിക്ഷിക്കില്ല. കാരണം ദൈവത്തിൻ്റെ കൃപ മക്കളിലേക്ക് താനെ ഒഴുകി ഈ മക്കളെല്ലാം ആരെപ്പോലെയാകും? പിതാവിനെ പോലെയാകും. ഒരു വേലക്കാരനാണ് ഈ പറയുന്നത്, നീ രാവിലെ തന്നെ പോയിട്ട് അവിടെ ആ തെങ്ങിൻ്റെ കടച്ചോ കളിച്ചിടണം, ആടയ്ക്കാമരത്തിന് വളം വെക്കണം, അവിടെ ചേന വെട്ടണം, അതൊക്കെ ചെയ്തോളണം, മനസ്സിലായോ? അല്ലെങ്കിൽ നിനക്ക് കൂലിയില്ല. ആ ശരി, സമ്മതിച്ചു സാറേ. ഇതാരോട് പറയും? ആരോടാ ഇത് പറഞ്ഞത്? ഇപ്പോൾ അടിമയോട്. ഇങ്ങനെ മക്കളോട് പറയുമോ? മക്കളോട് എന്ത് പറയും? എടാ മോനെ, ഞാൻ ദേ കുറച്ച് പണി ചെയ്യാൻ പോവുകയാണ്, നീ എൻ്റെ കൂടെ വരാണെങ്കിൽ നിനക്കത് കണ്ടു പഠിക്കാം, നമുക്ക് ഒരുമിച്ച് ചെയ്യാം, നീ വരണ്ടോ? ആ ഞാൻ വരാൻ പറ്റും. അങ്ങനെ അവൻ വന്ന് പപ്പ ചെയ്യണത് കണ്ട് പഠിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, പപ്പ ഇവിടെ ഇരുന്നോ, ഞാൻ ചെയ്തോളാം ഇതെല്ലാം. എന്തായി? ശരിയാണോ അല്ലയോ? അതാണ് മക്കൾ. അതാണ് ഈശോ പറഞ്ഞത്, മകൻ പിതാവ് ചെയ്യുന്നത് കണ്ട് പിതാവ് ചെയ്യുന്നതെല്ലാം മകനെ പഠിപ്പിച്ചു കൊടുക്കുന്നു. പിതാവ് മരിച്ചവരെ ഉയർപ്പിക്കുന്നതും പുത്രനെ പഠിപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ മാമോദീസയെക്കുറിച്ച് കുറച്ചുകൂടി നമുക്ക് മനസ്സിലാകുമ്പോൾ ഈ 7 പോയിന്റ് മനസ്സിൽ വയ്ക്കുക. അത് വയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഭയങ്കര സ്വാതന്ത്ര്യത്തിലേക്ക് വരും നമുക്ക്. ഇനി അടുത്ത് പറയാണ്, പരിശുദ്ധമ ത്രിത്വം മാമോദീസ സ്വീകരിച്ച ആൾക്ക് വിശുദ്ധീകരണത്തിൻ്റെ കൃപാവരവും നീതീകരണത്തിൻ്റെ കൃപാവരവും നൽകുന്നു. അതാണ് വലിയൊരു കാര്യം. നമ്മളെ തുടർച്ചയായിട്ടിങ്ങനെ വിശുദ്ധീകരിക്കുന്ന കൃപ എന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ആ കൃപ നമ്മിലേക്ക് ഒഴുകിക്കഴിഞ്ഞാൽ നമ്മളെല്ലാ ദിവസവും ആ കൃപ ഉപയോഗിച്ച് നമ്മളെ വിശുദ്ധീകരിക്കാം. അതുപോലെ തന്നെ നമ്മളെ നീതീകരിക്കാം. വിശുദ്ധീകരിക്കുന്നതിനും നീതീകരിക്കുന്നതിനുമുള്ള കൃപ നൽകുന്നു. ദൈവിക പുണ്യങ്ങളിൽ അവിടെ നിന്ന് പ്രത്യാശ വയ്ക്കാനും അവിടുത്തെ സ്നേഹിക്കാനും അതിന് കഴിവുള്ളവരാക്കുന്നു. ദൈവിക പുണ്യങ്ങൾ എന്തൊക്കെയാണ്? വിശ്വാസം, പ്രത്യാശ, സ്നേഹം. നമ്മളുടെ വിശ്വാസം പടിപടിയായി നമ്മളുടെ വളർച്ചയ്ക്കനുസരിച്ച് വളരണം. വിശ്വാസത്തിൻ്റെ ഉള്ളടക്കം നമ്മൾ പഠിക്കണം. ഇപ്പം ഈ 7 ദിവസം കൊണ്ട് നമ്മുടെ വിശ്വാസം വളർന്നോ ഇല്ലയോ? നന്നായിട്ട് വളർന്നു അല്ലേ? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ 7 ദിവസത്തിന് മുമ്പ് നമ്മൾ വിശ്വാസിയായിരുന്നല്ലോ. അപ്പോൾ നമ്മളുടെ വിശ്വാസത്തിന് ഇതിൻ്റെ ഉള്ളടക്കം നമ്മൾ വേണ്ട മാതിരി മനസ്സിലാക്കിയില്ല. നമ്മൾ അയാളങ്ങനെ പറഞ്ഞു, ഇയാളങ്ങനെ പറഞ്ഞു. ദൈവത്തിൻ്റെ ആ ജ്ഞാനത്തിലൂടെ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു. ഇതിപ്പോൾ നല്ലൊരു ബെഞ്ച് മാർക്കായി. ഇതനുസരിച്ച് നമ്മൾക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. ഇനി അടുത്തത്, പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ വഴി അവിടുത്തെ പ്രചോദനമനുസരിച്ച് ജീവിക്കാനും പ്രവർത്തിക്കാനും മാമോദീസ സ്വീകരിച്ച ആൾക്ക് ശക്തി ലഭിക്കുന്നു. ഇനി അവസാനം പറയാണ്, അങ്ങനെ ക്രൈസ്തവൻ്റെ അതിസ്വാഭാവിക ജീവിതത്തിൻ്റെ സംവിധാനം മുഴുവനും മാമോദീസായിൽ വേരൂന്നിയിരിക്കുന്നു. The supernatural life of a Christian is rooted in baptism. ക്രിസ്തീയ ജീവിതം എന്താണ്? ഒരു സൂപ്പർ നാച്ചുറൽ ലൈഫാണ്, അതിസ്വാഭാവിക ജീവിതമാണ്. നാച്ചുറലാണ് പാപവും പാപത്തിൻ്റെ വാസനകളൊക്കെ, ഇറ്റ് ഈസ് നാച്ചുറൽ. എന്നാൽ അതിസ്വാഭാവികതം സൂപ്പർ നാച്ചുറൽ ആണെങ്കിൽ ദൈവത്തിൻ്റെ വിശുദ്ധി, ദൈവിക ശക്തി, ദൈവിക ചിന്തകൾ, ദൈവിക കരുത്ത് എല്ലാം നമ്മിലേക്ക് ഒഴുകുന്നതാണ്. അതാണ് നമ്മൾ അബ്രാഹത്തിൻ്റെ ജീവിതം കണ്ടോ? സൂപ്പർ നാച്ചുറൽ ആയിരുന്നു അല്ലയോ? മാതാവിൻ്റെ ജീവിതം എന്തായിരുന്നു? സൂപ്പർ നാച്ചുറൽ അല്ലേ? കന്യക ഒരു പുരുഷനെ കൂടാതെ, ഒരു പുരുഷ ബീജമില്ലാതെ ഗർഭം ധരിക്കണം.
ആരുടെ പ്രവൃത്തി? അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ആ പ്രവൃത്തിയിൽ പ്രവർത്തിച്ച ദൈവിക ശക്തിയാണ് നമ്മളിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ മാനുഷിക ശക്തി കൂടാതെ തന്നെ ദൈവത്തിന് നമ്മളെ ദൈവികമരിക്കാൻ കഴിയും. അതാണ് ഒറിജിനൽ വിശ്വാസം. അബ്രാഹത്തോട് ദൈവം പറഞ്ഞു, നിനക്കൊരു കുഞ്ഞിനെ കിട്ടും എന്ന് പറയുമ്പോൾ അബ്രാഹം വിശ്വസിച്ചത് ഇത് ദൈവം തന്നെ തന്നാലേ ഇത് നടക്കുള്ളൂ, ഇല്ലേ? താൻ വയസ്സായി, തൻ്റെ ഭാര്യ വന്ധിയാണ്, അതുകൊണ്ട് ഞങ്ങളുടെ ശക്തി കൊണ്ട് നടക്കില്ല. അപ്പോൾ അബ്രാഹത്തിന് ലഭിച്ച വിശ്വാസം എന്താണ്? പ്രവൃത്തി കൂടാതെ ദൈവത്തിൻ്റെ ദാനം ലഭിക്കുന്ന വിശ്വാസമാണ്. അബ്രാഹാം അതിനുവേണ്ടി വല്ലതും പ്രവർത്തിച്ചോ? പ്രവൃത്തി കൂടാതെ പാപിയെ നീതീകരിക്കുന്ന ഒരു സംവിധാനത്തിലാണ് അബ്രാഹാം വിശ്വസിച്ചത്. അതാണ് യഥാർത്ഥ വിശ്വാസം. അബ്രാഹത്തിന് ദൈവം അനുഗ്രഹിച്ചപ്പോഴും വിളിച്ചപ്പോഴും അബ്രാഹത്തിന് ഉത്ഭവഭാവം ഉണ്ടായിരുന്നോ? അബ്രാഹത്തിന്റെ പ്രവൃത്തി മൂലമാണോ ഈ ഉത്ഭവഭാവം മാറിയത്? ഇപ്പൊ ആ വചനത്തിന് കുറച്ചും കൂടി അർത്ഥം വരുന്നുണ്ടോ? പ്രവൃത്തി കൂടാതെ പാപിയെ നീതീകരിക്കുന്നവനിലുള്ള വിശ്വാസം നീതിയായി പരിഗണിക്കപ്പെട്ടു. അബ്രാഹാം വിശ്വസിച്ചത് എന്താ? ഞാൻ ദൈവത്തിൽ വിശ്വസിച്ചാൽ മതി, ദൈവമെല്ലാം ചെയ്തോളൂ. ഞാൻ എന്ത് ചെയ്താൽ മതി? ദൈവത്തിൽ വിശ്വസിച്ചാൽ മതി. ആ വിശ്വാസം തന്നെ അബ്രാഹത്തിന് എങ്ങനെ കിട്ടി? ദാനമായിട്ട് കിട്ടി. ഇതിപ്പോഴും സ്വീകരിക്കാൻ പറ്റുന്നുണ്ടോ? ഒന്നുകൂടി പറയുകയാണ്. എന്താണത്? പ്രവൃത്തി കൂടാതെ. ഒന്ന് വായിച്ചേ, റോമർ 4-ാം അധ്യായത്തിൽ 5-ാമത്തെ വചനം ഒന്ന് വായിച്ചേ, നോക്കട്ടെ അത് പറ്റുന്നുണ്ടോ. ഓരോ മണിക്കൂറിൽ ഞാൻ ഇനി അത് നോക്കും. റോമർ അധ്യായം 4:5 പ്രവൃത്തികൾ കൂടാതെ തന്നെ പാപിയെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവന്റെ വിശ്വാസം നീതിയായി പരിഗണിക്കപ്പെട്ടു. മനസ്സിലാവുന്നുണ്ടോ? എന്ത് മനസ്സിലായി? എന്ത് മനസ്സിലായി? എന്ന് പറഞ്ഞാൽ ഒരു പാപിയായ വ്യക്തിയെ ദൈവം അങ്ങ് നീതീകരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ മകൻ പാപം ചെയ്തു, അയൽവക്കാർ വന്നിട്ട് അവനെ തല്ലാൻ വരികയാണ്. നമ്മൾ പറയും ഇല്ല, അവനെ തൊട്ടുപോകരുത്, കാര്യം ശരിയാണ്, അവൻ അങ്ങനെയൊക്കെ ചെയ്തെന്നുള്ളത്, പക്ഷെ അവൻ എൻ്റെ മകനാണ്. ഇങ്ങനെ ദൈവം പറയുമോ? ഇങ്ങനെ ദൈവം നീതീകരിക്കുമോ? അതാണ് നീതി. അവൻ എൻ്റെ മകനാണ്, അവൻ തെറ്റ് ചെയ്തു, അതിന് പരിഹാരം ഞാൻ ചെയ്തോളാം, അതുകൊണ്ട് സാറ് പോയിക്കോ. പള്ളി പറഞ്ഞാൽ മതി അല്ലേ? ചേച്ചിക്ക് ഇപ്പോഴും സംശയം അല്ലേ? എന്താണ് അപ്പം ആ ദാനമായ വിശ്വാസത്തിലുള്ളത്? ആ ദാനമായ വിശ്വാസത്തിലുള്ളത് നീ എത്ര വലിയ പാപിയാണെങ്കിലും നിന്നെ ഞാൻ തോളിലേറ്റി സ്വർഗത്തിൽ കൊണ്ടുപോകുന്നു. അപ്പം അവന് പാപത്തിന് ശിക്ഷ കൊടുക്കണ്ടേ? സാവധാനം ഉരുത്തിരിച്ച് വരുന്നുണ്ടോ? അതാണ്. അപ്പോൾ വിശ്വാസം മൂലം എന്ത് വേണം? നീ വിശ്വസിക്കണം. എന്ത് വിശ്വസിക്കണം? ഞാൻ ദൈവത്തിൻ്റെ കരുണയ്ക്ക് അവകാശിയാണ്. എന്തിൻ്റെ അവകാശിയാണ്? ദൈവത്തിൻ്റെ കരുണ. ഇപ്പം നമ്മൾ ആ മുടിനായ പുത്രനിലേക്കൊക്കെ വരാം, സമയമായിട്ടുണ്ടെന്ന് തോന്നണം. അപ്പം ദൈവനീതി എന്ന് പറയുന്നത് പാപിയെ, അവൻ പാപം ചെയ്തു, പക്ഷെ അവനെ തോളിലേറ്റി അവൻ്റെ പാപത്തിന്
ആര് പരിഹാരം ചെയ്യണു? ദൈവം തന്നെ പരിഹാരം ചെയ്യണു. ഇതെന്ത് കാര്യം? ഇങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ടോ? നമ്മൾ കേട്ടേക്കണത് തെറ്റ് ചെയ്യുന്നവനാണെങ്കിൽ അവന് ശിക്ഷ കിട്ടണം, ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കും. അതല്ല ദൈവനീതി, അതല്ല ദൈവനീതി. കുറച്ച് സമയമെടുക്കും അതൊന്ന് ശരിക്ക് ലയിക്കാൻ. കാരണം ഒന്നാമത്തെ നമ്മൾ ചെറുപ്പം മുതലേ പഠിച്ചേക്കണത് ഇങ്ങനെ, രണ്ടാമത്തെ ഇപ്പോൾ കുറേയും കൂടി ശാപവും കോപവും ഓരോരുത്തരുടെ അകത്തുള്ള എല്ലാ പ്രശ്നങ്ങളും കാണുമ്പോൾ എങ്ങനെ ദൈവം ഇവനെയൊക്കെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മാതിരി തോന്നണേ. അതെ, പാപം ദൈവം അനുവദിക്കാതെ ഒരു പാപവും ഉണ്ടാവുന്നില്ല എന്നും കൂടി മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ദൈവം പാപം അനുവദിക്കുന്നത്? ദൈവത്തിന് അതിൽ നിന്ന് തന്നെ നന്മയുണ്ടാക്കാൻ കഴിവുള്ളത് കൊണ്ടാണ്. അത് നമ്മൾ വിശ്വസിക്കണം. അത് വിശ്വസിക്കാൻ പറ്റുമോ? അതൊക്കെയാണ് വിശ്വാസം എന്നുള്ളത്. ഒരു നല്ല മനുഷ്യനെ ദൈവം അനുഗ്രഹിക്കുന്നത് വലിയ കാര്യമൊന്നുമല്ല, അവൻ വിശുദ്ധനാണ്. എന്നാൽ എന്താ കാര്യം? ഒരു പാപിയെ ദൈവം അനുഗ്രഹിക്കുന്നതാണ് വലിയ കാര്യം. അപ്പോൾ നീതീകരണം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചതിനേക്കാൾ വലിയ കാര്യമാണെന്നാണ് അഗസ്തീനോസ് പറഞ്ഞത്. എന്താ? ആകാശവും ഭൂമിയും മാറും, എന്നാൽ വിശുദ്ധൻ മാറുമോ? വിശുദ്ധൻ എവിടെ നിൽക്കുന്നു? നിത്യതയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ആ വിശുദ്ധൻ ആരായിരുന്നു? ആ വിശുദ്ധനൊരു പാപിയായിരുന്നു. ഓക്കെ, കുറച്ചുകൂടി നമ്മളിനി മാമോദിസായെക്കുറിച്ച് ഒന്നുകൂടി മനസ്സിലാക്കുന്നു. ശിശുക്കളുടെ മാമോദിസ